മഴ മാറിയതിനു പിന്നാലെ കേരളത്തിലെ കാലാവസ്ഥയിൽ വന്നിരിക്കുന്നത് വലിയ മാറ്റമാണ്. നവംബർ മാസത്തിൽ തണുപ്പ് സാധാരണമാണെങ്കിലും പതിവിൽ കൂടുതൽ തണുത്ത് വിറയ്ക്കുകയാണ് കേരളം. രാത്രിക്ക് പുറമെ പകൽ സമയത്ത് പോലും തണുത്ത കാലാവസ്ഥയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിൽ അസാധാരണ തണുപ്പാണ് അനുഭവപ്പെടുന്നത്. ഡിസംബർ മധ്യത്തോടെ മാത്രം ആരംഭിക്കുന്ന തണുപ്പ് അല്പം നേരത്തെ വന്നതാണോ എന്ന സംശയത്തിലാണ് ആളുകൾ. കേരളത്തിലെ എല്ലാ ജില്ലകളിലും സാധാരണത്തേക്കാൾ തണുപ്പ് കൂടുതലാണ്. രാത്രിക്ക് പുറമെ പകൽ സമയത്ത് പോലും തണുത്ത കാലാവസ്ഥയാണ്. ഉത്തര കേരളത്തിലെയും മധ്യ കേരളത്തിലെയും ജില്ലകളെ അപേക്ഷിച്ച് തെക്കൻ കേരളത്തിലാണ് കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത്. കേരളത്തിൽ ചൂട് മുൻപുള്ളതിനേക്കാൾ താപനില ഉയർന്നതുപോലെ തണുപ്പിലും ഇതേ പ്രതിഭാസം ഉണ്ടായിരിക്കുന്നു എന്നായിരുന്നു ആദ്യം പലരും കരുതിയത്. എന്നാൽ ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ സ്വാധീനം മൂലമാണ് അസാധാരണ തണുപ്പെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അധികൃതരുടെ അറിയിപ്പ്. സാധാരണയേക്കാൾ 4 മുതൽ 8 ഡിഗ്രി വരെ കുറവ് താപനിലയാണ് അനുഭവപ്പെട്ടത്. കഴിഞ്ഞ 2 ദിവസം മാത്രം തിരുവനന്തപുരത്ത് അനുഭവപ്പെട്ടത് മൂന്നാറിന് സമാനമായ തണുപ്പാണ്. ഏറ്റവും ഉയർന്ന താപനില 26.7 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 20.7 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി. സാധാരണയേക്കാൾ 4 മുതൽ 8 ഡിഗ്രി വരെ കുറവാണിത്. ഏറ്റവും ഉയർന്ന ചൂട് അനുഭവപ്പെടാറുള്ള കൊല്ലം, പുനലൂർ മേഖലകളിലും കനത്ത മഞ്ഞാണ്. 7 ഡിഗ്രിയോളം താപനിലയാണ് ഇവിടെ കുറഞ്ഞത്. ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ ഭാഗമായുള്ള മേഘങ്ങൾ 2 ദിവസമായി കേരളത്തിന്റെ അന്തരീക്ഷത്തിന് മുകളിൽ നിൽക്കുകയാണ്. കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ ഇപ്പോൾ മൂടിക്കെട്ടിയ അന്തരീക്ഷം തുടരുകയാണ്. അതേസമയം ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ ശക്തി ക്ഷയിച്ച് ന്യൂനമർദ്ദമാകാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിലെ തണുത്തുറഞ്ഞ കാലാവസ്ഥ ഇതോടെ സാധാരണ നിലയിലാകുമെന്ന് കരുതുന്നു. ഡിറ്റ്വ ചുഴലിക്കാറ്റ് തീരം തൊടുമെന്ന സൂചനയെ തുടർന്ന് തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഞായറാഴ്ച പുലർച്ചെയോടെ ചുഴലിക്കാറ്റ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുകയും വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങൾക്ക് സമീപം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലേക്ക് അടുക്കുകയും ചെയ്തു. ശ്രീലങ്കയിൽ ചുഴലിക്കാറ്റ് മൂലം കെടുതികൾ രൂക്ഷമാണ്. വലിയ വെള്ളപ്പൊക്കമുണ്ടായി. 153-ലധികം പേർ കൊല്ലപ്പെട്ടു. 171-ലധികം പേരെ കാണാതായി. ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കൊളംബോ തുറമുഖം താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. 700-ലധികം വീടുകൾ തകർന്നതായാണ് കണക്കുകൾ. കെള്ളി നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ കൊളംബോ പ്രളയഭീതിയിലാണ്. ശ്രീലങ്കയിൽ ഡിസംബർ 16 വരെ സ്കൂളുകൾ അടച്ചിട്ടു.